നാഗ്പൂർ വർഗീയ സംഘർഷത്തിൽ മുഖ്യ സൂത്രധാരനടക്കം 5 പേർക്കെതിരെ രാജ്യദ്രോഹ കുറ്റം ചുമത്തി. മുഖ്യ സൂത്രധാരൻ ഫഹീം ഖാനെ എൻഐഎ ചോദ്യം ചെയ്യും. കേസിൽ 90 പേർ കസ്റ്റഡിയിലുണ്ട്. വിവരങ്ങൾ കൂടുതൽ പറയൂ ശ്രീനാഥ്. ഏതാണ്ട് 200ഓളം പേരെയാണ് ഇതുവരെ കലാപകാരികളെ തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. എന്നാൽ 1000-ലധികം പേർ ഈ ശ്രമത്തിൽ ഉണ്ടായിരുന്നു എന്നതാണ്, ഈ സംഘർഷത്തിൽ പങ്കെടുത്തു എന്നതാണ് പോലീസ് കണ്ടെത്തിയിരിക്കുന്നത്. അതുകൊണ്ട് CCTV ദൃശ്യങ്ങളും മറ്റും പരിശോധിച്ച ആളുകളുടെ കൃത്യമായ ഐഡന്റിഫിക്കേഷൻ, തിരിച്ചറിയൽ നടത്താനുള്ള ശ്രമമാണ് നടക്കുന്നത്. 18 SITകൾ രൂപീകരിച്ചു കഴിഞ്ഞു. പ്രത്യേക അന്വേഷണ സംഘങ്ങൾ രൂപീകരിച്ചാണ് ഈ തിരിച്ചറിയൽ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. 90 പേരെ ഈ സംഘർഷവുമായി ബന്ധപ്പെട്ട് ഇതുവരെ കസ്റ്റഡിയിലെടുത്തു. അതിൽ സൂത്രധാരൻ ഫഹീം ഖാൻ അടക്കമുള്ള ആളുകളുണ്ട്. ഫഹീം ഖാൻ അടക്കം 5 പേർക്കെതിരെ രാജ്യദ്രോഹ കുറ്റം അടക്കം ചുമത്തിയാണ് ഇപ്പോൾ കേസ് മുന്നോട്ട് പോകുന്നത്. ഇയാളെ കസ്റ്റഡിയിൽ തന്നെ ഇപ്പോൾ ചോദ്യം ചെയ്തു. അതേസമയം NIA കൂടി രാജ്യത്തിന് പുറത്ത് ഒരു തീവ്രവാദ പ്രവർത്തനം ഈ കലാപത്തിന് പുറകിൽ ഉണ്ടായിരുന്നോ എന്നുള്ള വിവരം കൂടി NIA ഇപ്പോൾ സമാന്തരമായി അന്വേഷിക്കുന്നുണ്ട്. ഈ ഫഹീം ഖാനിൽ നിന്ന് NIAയും വിവരങ്ങൾ ചോദിച്ചറിയാനുള്ള സാധ്യത കൂടിയുണ്ട്. ഏതായാലും ആരെയും ഈ കലാപത്തിൽ നേരിട്ട് പങ്കെടുത്ത ആരെയും വെറുതെ വിടില്ല എന്നതാണ് മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫട്നാവിസ് കഴിഞ്ഞ ദിവസം പറയുകയും ചെയ്തത്. ശരി, ശ്രീനാഥ് ചന്ദ്രനാണ് ഈ വാർത്തയുടെ വിവരങ്ങളുമായി നമുക്കൊപ്പം മുംബൈയിൽ നിന്നും ചേർന്നത്.